പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ISL 11ാം സീസണിലെ മത്സരത്തിൽ അങ്ങനെ ഒരു ദയനീയമായ പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തിരുവോണ ദിനത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു ഓണസമ്മാനമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിരാശയാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയത്. 1-നെതിരെ 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിലാണ് 2 ഗോളുകളും വഴങ്ങിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 1 ഗോൾ സ്കോർ ചെയ്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കറായ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സ്ട്രൈക്കറാണ്. ഇന്ന് ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് പനി കാരണം താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ലൂണ ഇല്ലാത്തതിൻ്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മത്സരത്തിൽ ആകെ തിളങ്ങിയത് ജീസസ് ജിമിനസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും അതുപോലെ തന്നെ നോവസോയും മാത്രമാണെന്നാണ് നമുക്ക് ആ മത്സരം കണ്ടാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. കൂടാതെ ഐബാൻ ഡോഹ്ലിംഗ് എത്തിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇത്തിരി മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ രാഹുലും മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ നടത്തി. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL 11ാം സീസണിലെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇനി നേരിടാനായിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിനെയാണ്. അത് അടുത്ത ഞായറാഴ്ചയാണ്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ശക്തമായി തന്നെ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കാത്തിരിക്കുകയാണ്.